ഈ കാര്യം ചെയ്താൽ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ഗീതയിലെ ഒരു ശ്ലോകം, ഭാഗവതത്തിലുണ്ടത്. ഗീതയിലെ 18-ാം അധ്യായത്തിലെ ഒരു ശ്ലോകം നിങ്ങൾ ഉൾക്കൊണ്ടു നോക്കൂ. നിങ്ങൾ ഒരു അമ്പലത്തിലും ഉള്ളിൽ പോയി തൊഴുതില്ലെങ്കിലും ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്നുള്ളത് ഭഗവത്ഗീതയിൽ 70-ാമത്തെയോ 67-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. 101% ഞാൻ പ്രോമിസ് ചെയ്യുന്നു, നിങ്ങളുടെ ദുരിത ദുഃഖങ്ങൾ വളരെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അങ്ങനെയുള്ളൊരു ഭക്തനാവണോ, തൊഴുതു പോകുന്ന ഭക്തനാവണോ, ഏതാവണം നിങ്ങൾക്ക്? ഞാൻ ഭഗവാൻ പറഞ്ഞ രീതിയിലുള്ള ഭക്തനാവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. തൊഴുതു പോകുന്ന ഒരു ഭക്തനാവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇത് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ കല്ലാണ് അവർ തൊഴുക, കൃഷ്ണനെ അല്ല. വെറും കല്ലിനെ തൊഴുതു പോകും അവര്. ആ കല്ലിൽ കൃഷ്ണനെ കാണണമെങ്കിൽ, മനസ്സിലായില്ലേ, അവിടെ കൃഷ്ണ ചൈതന്യം കാണണമെങ്കിൽ ഒരു 90% ഭക്തന്മാരും കല്ല് തൊഴുതു പോകുന്നവരാണ്. എന്നിട്ട് ഗുരുവായൂരപ്പനെ തൊഴുതു എന്നുള്ള, അതുകൊണ്ടാണ് നന്നാവാത്തത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു പുരോഗതി ഇല്ലാത്തത്. അമ്പലത്തിൽ പോയിട്ട് നോക്കൂ, എന്ന് പറയല്ലേ, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും, അവസാനം എല്ലാം നരകിച്ച് ചത്തുപോവുകയാണ്. ഇപ്പൊ എന്തുകൊണ്ട്? കല്ലിനെ തൊഴുതു പോയി. ഭഗവാൻ പറയണത് 5-ാം സ്കന്ധത്തിലാണ് നമുക്ക് പ്രിയവ്രത വംശത്തെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അവിടെ 5-ാം സ്കന്ധത്തില് ഋഷഭന്റെ ഒരു ചരിത്രമുണ്ട്. ഋഷഭൻ എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ഋഷഭന്റെ മൂത്ത പുത്രനായിരുന്നു ഭരതൻ. ആരാണ്? ഭരതൻ. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ നാടിന് ഭാരതം എന്നൊരു പേര് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ കുറെ ആളുകൾ അതിനെ എതിർത്തു. ഇല്ലേ, നിങ്ങൾ ഇടയ്ക്കൊക്കെ കാണുന്നുണ്ടല്ലോ ഭാരതം. എന്നാൽ ഈ ഭാരതം എന്ന പേര് ഭാഗവതത്തിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 5-ാം സ്കന്ധത്തിൽ 4-ാം അധ്യായം. നിങ്ങളൊക്കെ ഭാഗവതം എടുത്ത് നോക്കണം, പഠിക്കണം. ഇവിടെ 5-ാം സ്കന്ധത്തില് 4-ാം അധ്യായത്തില് ഭാഗവതത്തിൽ പറയുന്ന ഈ ശ്ലോകം ഒന്ന് നോക്ക്. യേഷാം ഖലു മഹായോഗി. മഹായോഗിയായിരുന്നു ഭരതൻ. ഈ ഋഷഭന്റെ മൂത്ത പുത്രനാണ്. ആരുടെ കാര്യം പറയണത്? ഋഷഭൻ എന്ന് പറയുന്ന രാജാവിന്റെ മൂത്ത പുത്രനാണ് ഭരത ചക്രവർത്തി. ഭരതൻ ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ മൂത്ത പുത്രൻ. ശ്രേഷ്ഠ ഗുണ എന്തുണ്ടായിരുന്നു? ഏറ്റവും ശ്രേഷ്ഠമായ ഗുണങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഏനേതം വർഷം അദ്ദേഹം ഇവിടെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ദേശത്തിന്, നാടിന് ഭാരതം ഇതി വ്യഭചിതന്തി പേര് വന്നു. അപ്പോ ഏത് കാലഘട്ടത്തിലെ കഥയെ പറയുന്നത്? ഭാരതം എന്ന പേര് ബ്രിട്ടീഷുകാരും മറ്റൊക്കെ ഉണ്ടാക്കിയതാണോ? അപ്പൊ എത്രയോ 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തിന്, നിങ്ങൾ ഈ ശ്രാദ്ധമൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രാദ്ധത്തിലെ മന്ത്രങ്ങളൊക്കെ എത്രയോ നൂറ്റാണ്ട് പഴക്കമുള്ളതാണ്. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള മന്ത്രങ്ങളൊക്കെ. അവിടെ പറയാ, ഈ പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് ഭാരതഖണ്ഡേ എന്നൊരു ശബ്ദമുണ്ട്. കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വായി പൊളിച്ചിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നോക്കിയാൽ മനസ്സിലാവില്ല. ചൊല്ലുന്ന മന്ത്രങ്ങൾ ശ്രദ്ധിച്ചാൽ പിടികിട്ടും. എന്താ പറയാ? ഭാരതവർഷേ, ഭാരതഖണ്ഡേ എന്നുള്ളൊരു ശബ്ദമുണ്ട്. ഉണ്ടോ? ഇതൊക്കെ എത്ര പുരാതനമായി തന്നെ ഈ നാടിന്റെ പേര് ഭാരതം എന്നാണ്. അത് മറ്റു രാജ്യങ്ങൾക്ക് ഇല്ലാത്ത ഒരു പേരാണ്. ഏത്? ഭാരതം എന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങൾക്ക് ഇല്ലാത്ത പേര് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ പേര് വേറെ രാജ്യത്തുണ്ടാവില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചതല്ല. മറ്റു രാജ്യങ്ങളുടെയൊക്കെ പേരും ആ നാടിന്റെ സംസ്കാരവും തമ്മിലൊരു യോജിപ്പില്ല. എന്നാൽ ഇവിടുത്തെ പേരും സംസ്കാരവും തമ്മിൽ ഒരു യോജിപ്പുണ്ട്. അതെന്താണ്? ഭാരതം എന്ന ശബ്ദത്തിന്റെ അർത്ഥം ഭാരത, ആ 2 പാർട്ടുകളാണ്. ഭ എന്നതിന് പ്രകാശം, അറിവ് എന്നൊക്കെയാണ്. പ്രകാശിക്കുക, പ്രകാശം. അങ്ങനെയാണ് സൂര്യന് പ്രകാശം എന്നുള്ളത് കൊണ്ടാണ് സൂര്യന്റെ പേരിൽ ഭാ വെച്ചിട്ട് ഏതൊക്കെ പേരുകളാണ്? ഭാസ്കരൻ, ഭാനു എന്നൊക്കെ പേര് വന്നു. അപ്പൊ ഇവിടെ പ്രകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന സംസ്കാരം. മനസ്സിനെ പ്രകാശിപ്പിക്കുക. പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ പ്രകാശം വരുമ്പോൾ എന്താ ഉണ്ടാവുക? വികാസം വരും. അപ്പൊ മനസ്സിനെ വികസിപ്പിക്കുന്ന സംസ്കാരമുള്ള നാടാണ് ഭാരതം. എന്തൊക്കെ വികാസമാണ്, എന്തൊക്കെ പ്രകാശമാണ്?
നമുക്ക് ആത്മീയ ജ്ഞാനമുണ്ട്, കലകളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. പല മേഖലകളിൽ പലതിനെക്കുറിച്ചും ഇവിടെ വന്നില്ല. അറിവിന്റെ ഒരു നാടാണ് ഏത്? ഇപ്പൊ നോക്കൂ, ഇവിടെ തന്നെ നോക്കൂ, നമ്മൾ കേരളത്തിലേക്ക് തന്നെ നോക്കിയാൽ മ്യൂറൽ പെയിന്റിംഗ് ഉണ്ടോ? അതുപോലെ നിങ്ങൾ തഞ്ചാവൂർ പെയിന്റിംഗ് കേട്ടിട്ടുണ്ട്, ഉണ്ടോ? പലതരത്തിലുള്ള ഈ നിങ്ങൾ അമ്മമാരുടുക്കുന്ന സാരി തന്നെ നോക്കൂ. ഈ സാരി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു സാരിയാണോ ഉള്ളത്? ഈ ഇന്ത്യയിൽ തന്നെ ഏറെക്കുറെ 40ഓളം വെറൈറ്റി സാരി പലരും ഉണ്ടാക്കുന്ന സാരി ഉണ്ട്, അല്ലേ? പല ഡിസൈനുകൾ ഉണ്ടാക്കുന്ന കാര്യം. നിങ്ങൾ വാരാണസി, അതായത് എന്താ പറയാ, ബനാറസ് സാരി സിൽക്ക് എന്നൊക്കെ കേട്ടില്ലേ? മൈസൂർ സിൽക്ക് എന്ന് കേട്ടില്ലേ? ഉണ്ടോ? കാഞ്ചീപുരം എന്ന് കേട്ടിട്ടില്ലേ? ഉണ്ടോ? കോട്ട സാരി എന്ന് കേട്ടിട്ടില്ലേ? ഉണ്ടോ? ഇങ്ങനെ അനവധി. അപ്പൊ വസ്ത്രം തന്നെ എത്ര വെറൈറ്റി, ഓരോ കാര്യങ്ങൾ. പിന്നെ വാദ്യം, കേരളത്തിൽ തന്നെ നോക്കൂ, ഉടുക്കുണ്ട്, അമ്പലത്തിലാണെങ്കിൽ ഇടയ്ക്കുണ്ട്, പിന്നെ അങ്ങോട്ട് മേളങ്ങൾ, എന്തൊക്കെ വെറൈറ്റി. ഇങ്ങനെ വൈവിധ്യങ്ങളായ കലകളുടെയും അറിവിൻ്റെയൊക്കെ സംസ്കാരമുള്ള നാടിൻ്റെ പേരാണ് ഭാരതം. രഥം എന്ന് പറഞ്ഞാൽ രതി, അതിൽ രതിക്കുന്നവരുടെ, അതിൽ ആസ്വദിക്കുന്നവരുടെ, അറിവിൽ ആസ്വദിക്കുന്ന സംസ്കാരമുള്ളവരുടെ നാടിൻ്റെ പേരാണ് രതി. രഥം എന്നുള്ളതിന് ഒരു ഈ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? അതിൽ രതിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ആസ്വദിക്കുന്നവരുടെ നാടാണ് ഏത്? ഭാരതം. അപ്പൊ ഇവിടെ ഭരതന്റെ കാലം മുതൽ ഈ നാടിന്റെ പേര് എന്തായി? ഭാരതം. ഭരതന്റെ അച്ഛൻ, അവര് കുറെ മക്കളുണ്ടായിരുന്നു. അവരുടെ അച്ഛനായിരുന്നു ഋഷഭദേവൻ. ആരാണ് ഈ ഋഷഭദേവൻ? മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഗൈഡൻസ് ഉണ്ട്. നമ്മളിന്ന് അതിന് ഇംഗ്ലീഷിൽ പാരന്റിങ് എന്ന് പറയും, അതിന് പറയാം പിതൃപദേശം എന്ന് പറയും. ആ പിതൃപദേശമാണ് 5-ാം സ്കന്ധത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഇന്ന് അമ്മമാരൊക്കെ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങളെ മക്കളൊന്നും നിങ്ങളുടെ തലയ്ക്കടിക്കില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നത്, കുറച്ച് കാലം മുമ്പ് ഒരു പ്രായമായിട്ടുള്ള അച്ഛനോട് ആരോ ചോദിക്കുകയാണ്, മക്കളൊക്കെ, ഭാര്യ മരിച്ചുപോയി, ഭാര്യയിൽ ഒറ്റപ്പെട്ടു, മക്കളൊക്കെ ഇല്ലേ ചോദിച്ചു. 2 ഉണ്ട്. എവിടെയാ മക്കളൊക്കെ? ഒരുത്തൻ അമേരിക്കയിലാണ്, ഒരുത്തൻ നാട്ടിൽ തന്നെയുണ്ട്. മക്കളൊക്കെ വല്ലതും തരാറുണ്ടോ? അമേരിക്കയുള്ള മൂത്തവനൊന്നും തരാറില്ല. 2ാമത്തവനോ, അവന് ഇടയ്ക്കിടയ്ക്ക് തരണം എന്ന് തോന്നാറുണ്ട്, പക്ഷെ ഞാൻ മാറി നിൽക്കാറുണ്ട് എന്ന്. മനസ്സിലായില്ല? 2ാമത്തവൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം തോന്നാറുണ്ട് അത്ര അച്ഛന്, പക്ഷെ കൊള്ളാതിരിക്കാൻ മാറി നിൽക്കാറുണ്ട് അത്രേ. ഈ തരത്തിലുള്ള ഒരു അച്ഛനാവേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള മക്കൾക്ക് ജന്മം കൊടുത്തുപോയി. അപ്പം മക്കള് നേരെയാവണമെങ്കിൽ ആദ്യമേ അവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കണം. ഇത് രാവിലെ 8 മണി വരെയൊക്കെ കിടന്നുറങ്ങി ശീലിച്ചാൽ കുറെ കഴിഞ്ഞാൽ നിങ്ങളെ തൂക്കി പുറത്തിട്ടുണ്ടാവും. മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവരവരുടെ സ്വാർത്ഥം ചിന്തിക്കും. കുറെ കഴിഞ്ഞാൽ അവരുടെ സ്വാർത്ഥ ലോകത്തിൽ നിങ്ങൾ ഒരു വഴിമുടക്കികളാണെങ്കിൽ നിങ്ങളെ അവര് ഉടക്കില്ല. ഇപ്പൊ നിങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഞെളിഞ്ഞിവിടെ ഇരിക്കണ എന്താ അറിയോ? മക്കളുടെ കൂടെ ജീവിക്കാത്തോണ്ടാണ്. കുറച്ച് ദിവസം അവരുടെ കൂടെ ജീവിച്ചു നോക്കൂ, നിങ്ങൾ തൂക്കി നിങ്ങളെ പുറത്തിട്ടിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പണ്ട് ഹിന്ദു സമുദായത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി, എല്ലാവരും അമ്പലത്തിൽ പോയി പ്രദക്ഷിണമൊക്കെ വെച്ച് തിരിച്ച് വീട്ടിൽ വന്നു. ഉണ്ടോ? വൈകുന്നേരം എല്ലാവരും ഒന്നിച്ചിരുന്ന് നാമം ചൊല്ലി. പഴയ സംസ്കാരം ഹിന്ദുക്കളുടെ ഉണ്ടായിരുന്നത്. ആണോ അല്ലയോ? നമ്മളത് കൈവിട്ടു, അതോടുകൂടി നമ്മുടെ അധപ്പതനവും തുടങ്ങി. എന്നത് കൈവിട്ടു അന്ന് അധപ്പതനമാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഇനിയിപ്പം കുട്ടികളെ പറഞ്ഞു നേരെയൊക്കെ നിങ്ങൾക്ക് പറ്റില്ല. ഓൺലൈനിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൺലൈൻ ഉണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലും മൊബൈലും കാര്യങ്ങളും. ഒന്നിച്ചാഴ്ചയിൽ ഒരിക്കൽ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം പിള്ളേരെ കൂടി ഇരിക്കണം. കമ്പൽസറി ആയിട്ട് അവരെ പിടിച്ചിരുന്നു. ഞാനിത് പറയുന്നത്, ഞാൻ ഇടക്കാലത്ത് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു വീട്ടില് ഇവര് പല രാജ്യങ്ങളിലാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു സമയം, എല്ലാവർക്കും പറ്റിയ സമയം, ഇവര് ഡെയിലിയാണോ ആഴ്ചയിലാണോ എനിക്കറിയില്ല കൃത്യം, എന്തായാലും വീക്കിലി വൺസ് എന്തായാലും. ഞാൻ അന്ന് ചെന്ന സമയത്ത് എന്നോട് പറഞ്ഞു, സ്വാമിജി ഒരു സത്സംഗം കൊണ്ട് കൂടണം. ഞാൻ നോക്കുമ്പോൾ ആരുമില്ല, വീട്ടിൽ 2 പേരുള്ളൂ. നിങ്ങൾ തമ്മിലാണോ ഉത്സവം?
അല്ലല്ല, ഞങ്ങൾ 20ഓളം കുടുംബാംഗങ്ങളുണ്ട്. 20 പേര് എവിടെയാണ് പറഞ്ഞ ഓൺലൈനാണ്. ആ സമയത്ത് എല്ലാവരും ഓൺലൈൻ ലോഗിയും അവർ വിഷ്ണു സഹസ്രനാമം ചൊല്ലും. എന്തൊരു സ്നേഹവും ഒക്കെ ഒരു സന്തോഷമാണ് പറയും അവർക്ക്. അങ്ങനെ എല്ലാ വീട്ടുകാരും ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ എല്ലാവരും ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ സംസ്കാരം കുറെയൊക്കെ തിരിച്ചെടുക്കാൻ പറ്റില്ലേ? അതിന് ആരാ നേതൃത്വം കൊടുക്കേണ്ടത്? വായും പൊളിച്ചിരിക്കുക, മിണ്ടുന്നില്ല. ആരാ നേതൃത്വം കൊടുക്കേണ്ടത്? ദൈവോ, കൃഷ്ണനോ? ആര് നേതൃത്വം കൊടുക്കണം? അവനവൻ നേതൃത്വം. നിങ്ങൾ എന്തിനാ സപ്താഹത്തിന് വന്നത്? ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാണ്. അല്ലാതെ നിങ്ങൾ ഇവിടുന്ന് ഭാഗവതം കേട്ടു പോയാൽ നിങ്ങൾ നന്നാവില്ല എന്ന് ഞാൻ ഇവിടെ തന്നെ പറയാം. നിങ്ങൾ നന്നാവില്ല, ഉള്ള കാര്യം പറയാ. കാരണം നമ്മൾ നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഉയർത്തണം. ഭഗവാൻ അതാ പറയണത്. മറ്റുള്ളവരെ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഭാഗവതം കേട്ടിട്ടും ഒരു കാര്യമില്ല. ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യില്ല. തൈത്തിരീയ ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്, തൈത്തിരീയ ശാഖ. അത് ഒരിക്കല് ഈ തൈത്തിരീയം വന്നത് ഒരിക്കല് ഒരു ഗുരുവിന്റെ ശിഷ്യൻ, ആ ശിഷ്യൻ ഗുരു പറഞ്ഞു, നീ ഞാൻ പറഞ്ഞു തന്നൊക്കെ മറ്റുള്ളവരേക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അവൻ സ്വാർത്ഥനായി. അവനെ കൊണ്ട് ഈ ഗുരു പറഞ്ഞു കൊടുത്തൊക്കെ ഛർദിപ്പിച്ചു എന്നാണ്. അതായത് നിനക്കിതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവാതെ പോകട്ടെ എന്ന്. അവൻ ഛർദിച്ചു കഴിഞ്ഞ ആ സാധനം തിത്തിരി പക്ഷികൾ കൊത്തിയെടുത്തു എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു കഥ. ആ അറിവ് അവർക്ക് പ്രയോജനം ചെയ്തു എന്നാണ്. അപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ പറയുന്നത്? അതായത് അവനവന്റെ സ്വാർത്ഥത്തിന് വേണ്ടി ഈ അറിവ് ആര് മാത്രം ഉപയോഗിച്ചോ അവർക്ക് പറയൂ ഒരു പ്രയോജനം ചെയ്യില്ല. പണ്ട് കർണന്റെ കാലം, കർണൻ പരശുരാമസ്വാമിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പഠിച്ചുവോ? എന്തു പഠിച്ചു? അസ്ത്രവിദ്യ, ബ്രഹ്മാസ്ത്രവിദ്യ. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനുള്ള വിദ്യ ആര് പഠിച്ചു? പരശുരാമൻ കർണന്റെ അടുത്ത് പഠിച്ചു. ഓക്കെ, എന്നാ അങ്ങനെ ആവട്ടെ. കർണൻ ആരെടുത്ത് പഠിച്ചു? പരശുരാമന്റെ അടുത്ത്. അവസാനം ആ സമയത്ത് ഇദ്ദേഹം ഒന്ന് വിശ്രമിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കർണൻ തൻ്റെ മടിയിൽ കടന്നോളാൻ പറഞ്ഞു. ഈ സമയത്തൊരു തേനീച്ചയോ അല്ലെങ്കിൽ കടന്നലോ കർണന്റെ തുടയിൽ കുത്തിയെന്നും ആ വേദന മുഴുവൻ സഹിച്ച് പിന്നീട് രക്തമൊക്കെ കണ്ടപ്പോഴാണ് ചോദിച്ചത് എന്താ കാര്യം എന്നൊക്കെ. അപ്പം പറഞ്ഞു ഒരു കുത്തിയതാണ്, പക്ഷെ വേദനയൊന്നുമില്ല. അപ്പോഴേക്കും പരശുരാമസ്വാമിക്ക് മനസ്സിലായി ഇത്രയും വേദന സഹിക്കാൻ സാധിക്കുന്ന ഇവൻ ഒരു ബ്രാഹ്മണൻ അല്ല. കാരണം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പപ്പടാണെന്ന് അന്നേ പരശുരാമൻ അറിയാം. മനസ്സിലായില്ലേ? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഒരു പപ്പടാണെന്നുള്ള അന്നേ അദ്ദേഹത്തിന് അറിയാം. ഒരു ശക്തിയില്ലാത്ത ഒരാളാണ് ആര്? ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്രാഹ്മണനാണ് എന്ന് ക്ഷത്രിയനാണെന്ന് മനസ്സിലാക്കിയതും ശപിച്ചു കളഞ്ഞു. ഈ വിദ്യ നിനക്ക് ഉപകാരപ്പെടാതെ പോട്ടെ. അതുപോലെയാണ് ഇപ്പം നിങ്ങളുടെ കാര്യം കേട്ടോ. ഇതൊന്നും നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ ഈ സംഗതി കൊണ്ട് നിങ്ങൾക്ക് അത് പറയില്ലേ? ഇപ്പം നിങ്ങൾ എന്തുണ്ടാവില്ല? ഒരു ഉപകാരം ഉണ്ടാവില്ല. ഇപ്പൊക്കെ നിങ്ങളങ്ങനെ പോകും. അതുകൊണ്ടാണ് കുറെ ആൾക്കാർ ഭാഗവതമൊക്കെ കേട്ടാൽ അവസാനം അനുഭവിച്ച് ചത്തുപോകുന്നത്. അപ്പൊ നമ്മളങ്ങനെ ചത്തുപോകേണ്ടവരല്ല, ആണോ? ഇതിനെ പകർന്നു കൊടുത്ത് അങ്ങനെ നമ്മൾ സമൂഹത്തിലേക്ക് ഇതെത്തിക്കണം. സ്വാർത്ഥത്തിന് വേണ്ടി ഈ അറിവ് ഒരിക്കലും ഉപയോഗിക്കരുത്. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. നമുക്ക് പൂന്താനം അവരൊക്കെ പറഞ്ഞതാണ് മറ്റൊരുത്തനു വേണ്ടി എന്നാകിലും. ഭട്ടതിരിപ്പാട് നോക്കൂ, അദ്ദേഹത്തിന്റെ കാലിന്റെ വേദനയും വെച്ച് ഈ നാരായണീയം പാടി എന്നൊക്കെ. പാട് മാത്രമല്ല, എഴുതിയോണ്ടല്ലേ നമുക്ക് കിട്ടിയത്. ഈ വേദനയും വെച്ച് എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇത് മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യട്ടെ എന്ന് വെച്ചിട്ടല്ലേ. അദ്ദേഹം നോക്കൂ, നിങ്ങൾ കാലിന്റെ വേദനയും വെച്ചിട്ട് ഒരാള് എഴുതാൻ പോവോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? എഴുതാൻ പോവോ? അപ്പൊ അവരുടെയൊക്കെ സ്വാർത്ഥതയില്ല, അവർക്കത് മറ്റുള്ളവർക്ക് പകരണം. അപ്പൊ നമ്മളൊക്കെ ഈ പണി കുറച്ച് ചെയ്യണ്ടേ? മറ്റുള്ളവരിലേക്ക് ഇതിനെ എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ പകരണം.
ഒരു 10 പേരെയെങ്കിലും നിങ്ങൾ വിഷ്ണു സഹസ്രനാമമൊക്കെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുക്കണം. ഒരു ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ അവരെ കൂടെ ഉൾപ്പെടുത്തി അങ്ങനെ എല്ലാവരും വിചാരിച്ചാൽ കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട് ഈ കേരളം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നോക്കൂ, ഒരു 10 പേരെ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്താൽ അങ്ങനെ നമുക്ക് മറ്റുള്ളവരിലൂടെ ഈ സംസ്കാരം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ആര് ശ്രമിക്കണം? ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയാണ്, അവനവന് വേണ്ടി മാത്രം ഈ അറിവ് ഉപയോഗിക്കുന്നവന് ഈ ജന്മം ഇത് പ്രയോജനപ്പെടുകയാണ്. വേസ്റ്റ് ഓഫ് ടൈം, കാര്യമില്ല. ഇത് സത്യസന്ധമായിട്ട് പറയുകയാണ്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. കാരണം ഇത് അങ്ങനെയുള്ളവർക്കുള്ളതല്ല. കാരണം വ്യാസഭഗവാൻ ഇത് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സമയത്ത് ശ്രീശുക ബ്രഹ്മർഷിയെ അവിടെ ഇരുത്തുന്നത്, ശ്രീ സൂതമഹർഷി അവിടെ ഇരുത്തുന്നത് ഈ അറിവ് നാളെ ലോകത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലോകഹിതത്തിന് വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ അതാ പറയുന്നത്. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? എൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയില്ല. എവിടെയൊക്കെ സമൂഹത്തിന് എപ്പോഴൊക്കെ നാടിന് ഗ്ലാനി സംഭവിക്കുന്നോ അപ്പോഴൊക്കെ അഭ്യുത്ഥാനം, ഈ സമൂഹത്തെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നെങ്കിൽ, ഭഗവാനെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് വരുന്നെങ്കിൽ ആ സമൂഹത്തിനോട് പ്രതിപത്തി കാണിക്കാത്ത ആരെ ഭഗവാൻ അനുഗ്രഹിക്കും? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഭഗവാൻ തന്നെ അവതരിച്ചിരിക്കുന്നത് സമൂഹത്തിനെ ഉയർത്താനാണ്. ഓർക്കണം, വെറുതെ കല്ല് തൊഴുതിട്ട് പോയിട്ട് കാര്യമില്ല. ഗുരുവായൂരില് നിങ്ങൾക്കത് വെറും കല്ലായിരിക്കരുത്. നിങ്ങൾ കൃഷ്ണനെയാണ് തൊഴുന്നെങ്കിൽ ഈ ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഈ ഭഗവാൻ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ കല്ലാണ് അവർ തൊഴുക, കൃഷ്ണനെ അല്ല. വെറും കല്ലിനെ തൊഴുതു പോകും അവര്. ആ കല്ലിൽ കൃഷ്ണനെ കാണണമെങ്കിൽ, മനസ്സിലായില്ലേ, അവിടെ കൃഷ്ണ ചൈതന്യം കാണണമെങ്കിൽ അത് ജ്ഞാനക്കണ്ണുകൊണ്ടേ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ മാംസക്കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ ജ്ഞാനക്കണ്ണുണ്ടാവണം. ജ്ഞാനക്കണ്ണുകൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പശ്യന്തി, അതിന് കുറച്ച് ഗീത പഠിക്കൂ. ഗീത പഠിക്കുമ്പോഴേ നിൽക്കുന്നത് മനസ്സിലാവുള്ളൂ. നമ്മളൊന്നും കൃഷ്ണനെ കാണുന്നവരല്ല, നമ്മളൊക്കെ കല്ല് കാണുന്നവരാണ്. ഇന്നൊരു കൃഷ്ണനെ കണ്ടു എന്ന് അഹങ്കരിക്കുകയാണ്. കല്ല് അല്ല കൃഷ്ണൻ. കൃഷ്ണനെ നിങ്ങൾക്കൊരു കല്ലിലും ഒതുക്കാൻ സാധ്യമല്ല. കഥകൾ തന്നെ എങ്ങനെയല്ലേ പറയുന്നത്? കൃഷ്ണൻ അവിടെ ഓടി പൂന്താനത്തിന്റെ കൂടെ ഓടുന്നു, വില്ലുമംഗലത്തിന്റെ കൂടെ ഓടുന്നു പറഞ്ഞാൽ കല്ലിൽ ഒതുക്കി നിൽക്കുന്ന ആളാണോ? പറയൂ. അപ്പൊ അങ്ങനെ ഒരു കൃഷ്ണനെ നമുക്ക് കാണണമെങ്കിൽ അതിന് നമുക്ക് ജ്ഞാനക്കണ്ണ് വേണം. 15-ാമത്തെ ഒരു ശ്ലോകം എടുത്തു നോക്കാം. ഇതൊക്കെ ഒന്ന് പഠിക്കുക. നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ, കൃഷ്ണനെ എങ്ങനെയാ കാണുക എന്നുള്ളത്. ഭഗവാൻ പറയണു, ഉത്ക്രാമന്തം 15-15 15-10 ഉത്ക്രാമന്തം സ്ഥിതം വാവി ഭുഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. വിമൂഢന്മാര് കല്ല് കണ്ടിട്ട് പോകും. ഒരു 90% ഭക്തന്മാരും കല്ല് തൊഴുതു പോകുന്നവരാണ്. എന്നിട്ട് ഗുരുവായൂരപ്പനെ തൊഴുതു എന്നുള്ള, അതുകൊണ്ടാണ് നന്നാവാത്തത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു പുരോഗതി ഇല്ലാത്തത്. അമ്പലത്തിൽ പോയിട്ട് നോക്കൂ, എന്ന് പറയല്ലേ, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും, അവസാനം എല്ലാം നരകിച്ച് ചത്തുപോവുകയാണ്. എന്തുകൊണ്ട്? കല്ലിനെ തൊഴുതു പോയി. ഭഗവാൻ പറയണത് വിമൂഢാന അനുപശ്യന്തി, മൂഢന്മാർക്ക് എന്നെ കാണാൻ പറ്റില്ല, അവര് കല്ല് കാണണം. എന്നാൽ എങ്ങനെ കാണാൻ സാധിക്കുമെന്നെ? പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഏത് കണ്ണുകൊണ്ടേ കാണാൻ പറ്റുള്ളൂ? ജ്ഞാനക്കണ്ണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഭഗവാനെ കാണാൻ ജ്ഞാനക്കണ്ണ് വേണം എന്നാണ് ഗീതയിലും മറ്റും ഭഗവാൻ പറഞ്ഞത്. ഭാഗവതത്തിൽ തന്നെ പറയുന്നത്, ഈ ഭാഗവതം എഴുതുമ്പോൾ കൃഷ്ണന്റെ ലീലാവിലാസങ്ങളൊക്കെ എഴുതുന്നൊക്കെയാണ്. പക്ഷേ എങ്ങനെ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അറിയോ? സമാധിനാനുസ്മരതദ്വിജേഷ്ടിതെന്ന്. ആ വരികളൊന്നും ആരും പറയില്ല. സമാധിഭാവത്തിൽ, അതായത് സമാധി എന്ന് പറഞ്ഞാൽ പുറത്തേക്കാണോ കാണേണ്ടത്, അതോ സമാധി അകത്തേക്ക് നോക്കുന്നതാണോ സമാധി? ഈ സമാധി എന്നൊക്കെ കേട്ടില്ലേ, മുനിയന്മാര് സമാധി ഇരുന്നു എന്നൊക്കെ പറഞ്ഞാൽ, നിങ്ങൾ സമാധി എന്ന് പറഞ്ഞാൽ ചാവല കണക്കാക്കിയിരിക്കുന്നത്. ഇവിടെ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് ഭഗവാന്റെ ലീലകൾ എഴുതി വെക്കൂ എന്നാണ്. സമാധിന 1-ാമത്തെ വോള്ളി ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? ഭാഗവതം 1-ാമത്തെ വോള്ളി ഉണ്ടോ? 5-ാമത്തെ അധ്യായം, പ്രഥമസ്കന്ധം. ഇങ്ങനെ ശ്ലോകങ്ങളൊക്കെ
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് പഠിച്ച് വായിക്കുക എന്താണ് ഭാഗവതം എന്നുള്ളത്. അല്ലെങ്കിൽ വെറുതെ പൊട്ട കഥകളും കേട്ടിട്ട് നിങ്ങൾ പോവും. മനസ്സിലായില്ലേ? 13-ാമത്തെ ശ്ലോകം നോക്കൂ നിങ്ങൾ, 5-ാമത്തെ അധ്യായത്തില്. അവിടെ പറയുന്നത് അതോ മഹാഭാഗവവാനമോ അമോഘതൃ ശുചിശവാ സത്യ രഥോ ധൃതവ്രത ഉരുക്രമസ്യാഖില ബന്ധമുക്തയേ സമാധിന അനുസ്മര അൽവിധിഷ്ഠിതം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങ് ഈ ഭാഗവതം രചിക്കേണ്ടത്? എന്തിനാണ് ഭാഗവതം രചിക്കേണ്ടത്? നോക്കൂ, ഈ കഥ പറയുന്ന ആചാര്യന്മാരൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കില്ല. അവരിങ്ങനെ കഥയും പറഞ്ഞ് കുറെ ആൾക്കാരെ എന്റർടൈൻ ചെയ്തിട്ട് പോകും. എന്നിട്ട് ഊണും കഴിച്ചിട്ട് എന്നും പറഞ്ഞ് പോകുന്ന സപ്താഹങ്ങളാക്കി മാറ്റി നമ്മൾ. ഇവിടെ പറയാണ് ഒരു ക്രമസ്യ അഖില ബന്ധമുക്തയെ. ഒരാളുടെ മാത്രമല്ല, എല്ലാവർക്കും അവരുടെ ബന്ധനങ്ങളിൽ നിന്നും. അപ്പൊ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എഴുതിയതാണോ ഭാഗവതം? ഒരാൾക്ക് വേണ്ടി എഴുതിയതാണോ? എല്ലാവരുടെയും ജീവിതത്തിൽ അവരുടെ ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി സമാധിനാനുസ്മര. എങ്ങനെ? സമാധിഭാവത്തിലിരുന്ന് ചിന്തിച്ചുകൊണ്ടെഴുതൂ. അപ്പൊ ഭഗവാനെ എവിടെയാ കാണേണ്ടത്? എവിടെയാ കാണേണ്ടത്? അപ്പൊ ഉള്ളിൽ കാണണം. അതിനാണ് നേരത്തെ പറഞ്ഞ ഏത് കണ്ണ് വേണം? ഈ ജ്ഞാനക്കണ്ണുകൊണ്ട് വേണം കാണാൻ. മറ്റേ മാംസക്കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരാളല്ല. ആര്? ഭഗവാൻ. അപ്പൊ എന്തിനാ ഈ ഭഗവാൻ ഇവിടെ വന്നിരിക്കുന്നത് ഭൂമിയിൽ? എന്തിനാ ഭഗവാൻ വന്നിരിക്കുന്നത്? ചോദിക്കുന്നത് തരാനല്ല ഭഗവാൻ വന്നിരിക്കുന്നത്. ആ ധാരണ തന്നെ മാറ്റണം നിങ്ങൾ കുട്ടികളുടെ തലേന്ന്. ചോദിക്കുന്നത് തരാനല്ല ഭഗവാൻ വന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? 3-ാം അധ്യായത്തില് ഗീതയില് കൃഷ്ണൻ പറയും ലോകസംഗ്രഹം ഏവാഭിസംപശ്യൻ കർത്തുമർഹതി. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത്? ലോകസംഗ്രഹം ഏവാപി, ലോകത്തെ സംഗ്രഹിക്കുക എന്ന് വെച്ചാൽ എല്ലാവരെയും ഉയർത്തി കൈകോർക്കാൻ, എല്ലാവരെയും ഒന്നിപ്പിക്കുക. എല്ലാവരെയും ഉയർത്താനും ഒന്നിപ്പിക്കാനുമാണ് സംഗ്രഹം എന്നുള്ള പറഞ്ഞാൽ. സംഗ്രഹിക്കുക, സംഗ്രഹിച്ചു പറയുക എന്ന് പറഞ്ഞാൽ, എല്ലാം സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമ്യഗ്രഹിക്കുക, യോജിപ്പിക്കുക, ചേർക്കുക. എല്ലാവരെയും ഒന്നിപ്പിക്കാനും എല്ലാവരെയും ഉറക്കെ പറയൂ ഉയർത്താനുമാണ് ഞാൻ ഭൂമിയിൽ അവതരിച്ചു. ശ്ലോകം കിട്ടിയോ നിങ്ങൾക്ക്? എത്രാമത്തെയാണ്? 20-ാമത്തെ ചൊല്ലു. കർമ്മണേവ സംസിദ്ധിം ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹതി. അങ്ങനെയല്ലേ? ലോകസംഗ്രഹം ഏവാപി. ലോകസംഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരാളുടെ കാര്യമാണോ? ലോകത്തിന്റെ മൊത്തം. അപ്പൊ നമ്മളെങ്ങനെ ഈ ലോകത്തെ സൃഷ്ടിക്കുക? അതിനാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലോകം സൃഷ്ടിക്കണം. എല്ലാവരും എന്ത് ചെയ്യണം? ഒന്നിപ്പിക്കുകയും വേണം, ഉയർത്തുകയും വേണം. അതിനാണ് നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഭാഗവത സപ്താഹം കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളായിട്ടും നോക്കൂ, പല വീടുകളിൽ ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ട് എന്ന് പറയാനേ പറ്റുള്ളൂ. മക്കളായിട്ടുള്ളൊരു നല്ലൊരു റിലേഷൻഷിപ്പുള്ള പാരൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണൊക്കെ ചത്തു കഴിഞ്ഞാലൊക്കെ വലിയ മൈൻഡില്ലാത്തത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കേൾക്കാം, ഡോക്ടറോട് ചോദിക്കും എത്ര ദിവസം കിടക്കും ഈ കിടപ്പ് എന്ന്. സ്വന്തം അമ്മയെ കിടക്കണത് എത്ര ദിവസം കിടക്കുന്നു? ഡോക്ടർ പറയണം എത്ര ദിവസം കിടത്തണം. അതിനനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ. അല്ല, ഇങ്ങനെ കിടന്നിട്ട് കാര്യമുണ്ടോ? വെറുതെ മരുന്നൊക്കെ കൊടുത്തിട്ട് വെറുതെ ഒരു ഇനി ഡ്രിപ്പ് മാത്രം പോരെ? അല്ല, അമ്മയല്ലേ, രക്ഷപ്പെട്ടാലോ? അമ്മയുടെ കിടപ്പ് കണ്ടിട്ട് രക്ഷപ്പെടുന്ന ഭാവമില്ല. അപ്പൊ ഇനിയിപ്പോ വലിയ മരുന്നൊന്നും കൊടുക്കണ്ട, പാവങ്ങൾ പോയിക്കോട്ടെ. എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞ, സ്വാമി ഒന്ന് പ്രാർത്ഥിക്കുക, അമ്മ ഹോസ്പിറ്റലിലാണെന്ന്. ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അമ്മ രക്ഷപ്പെടുന്നു. അയ്യോ, അത് പറയല്ലേ സ്വാമി എന്ന്. ഇനി അമ്മ രക്ഷപ്പെടേണ്ട, പോയിക്കോട്ടെ എന്ന്. പോവാൻ വല്ല മന്ത്രവും ഉണ്ടോ വേഗത്തിലെന്ന്? ഞാൻ പറഞ്ഞു ഭാഗവതം ഒരു ആവർത്തി വായിച്ചാൽ അമ്മ പോകും എന്നുള്ളത്. അയ്യോ, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് ഭാഗവതം. എന്നിട്ട് അവൻ ചീത്ത പറയാ, അമ്മ എന്നെ അതൊന്നും പഠിപ്പിച്ചതുമില്ല എന്ന്. ഞാനിപ്പോൾ ഒരുവിധ ആൾക്കാരോടൊക്കെ അതാ പറയാം, മക്കളോട് നിങ്ങൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ വിഷ്ണു സഹസ്രം ചൊല്ലിയാൽ മതി. അപ്പൊ അവര് ചീത്ത വിളിക്കാം, അമ്മേ ഒന്നും അവരൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങളെ ശപിക്കാൻ ഇടവരരുത്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഒരു ഓൺലൈനിലൂടെയൊക്കെ ആരോട്?
ഇപ്പൊ നിങ്ങൾ പറയാം മക്കള് പറഞ്ഞ അനുസരിക്കില്ലേ, കണ്ടവന്റെ മക്കളെ പിടിച്ചോളൂ എന്നാല്. അതാണ് പൂന്താനം പറഞ്ഞത്, മറ്റൊരുത്തന് വേണ്ടി എന്നാകിലും ആരെങ്കിലുമൊക്കെ കിട്ടുന്നവരെയൊക്കെ വെച്ച് അങ്ങനെ ക്രമേണ നമ്മള് ഒരു സമൂഹത്തെ ഉണ്ടാക്കണം. നാരായണിയൊക്കെ ഒരു നല്ല ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തമ്മിൽ അടിയായിപ്പോയി. ഒരു ഗ്രൂപ്പ് വായിക്കുന്നത് മറ്റേ ഗ്രൂപ്പിൽ കണ്ടുകൂടാ. നിങ്ങൾ നോക്കൂ, കണ്ടുകൂടാതെയും കേട്ടുകൂടാതെയും പോയി ആണോ, അവര് തമ്മിൽ മത്സരമായിപ്പോയി. അപ്പൊ അവര് തമ്മിൽ ഒരു ഗ്രൂപ്പ് അപ്പുറത്ത് വായിക്കുന്നു, ഇങ്ങനെയൊക്കെയാണോ നാരായണീയമ്മയ്ക്ക് പിറുപിറുത്തോണ്ട് എങ്ങനെ ഹിന്ദു ജന്തു നന്നാവുക? ഈ കുരുട്ടുബുദ്ധിയും മത്സര ബുദ്ധിയും വെച്ച് അല്ലേ? ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇങ്ങനെ ഞാൻ നിങ്ങളെ ചിരിപ്പിക്കുകയല്ല, വാസ്തവമാണോ അല്ലയോ? നിങ്ങളൊരു 10 നാരായണീയം ഗ്രൂപ്പുകാരോട് ഒന്നിച്ച് വായിക്കും, മത്സരമായിരിക്കും. സാന്ദ്രാനന്ദ ഞങ്ങൾ വായിക്കുന്നത്, അവരും മത്സരം കാണിക്കുന്നത്. ഈ കുരുട്ടൊക്കെ നിങ്ങൾക്ക് അവരുടെ മുഖത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരു നല്ല ഉദ്ദേശ്യം ഇല്ലാതെ പോയത്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായി. എന്താ ലക്ഷ്യം? ലോകസംഗ്രഹം ഏവാപി, അവനവനും ഉയരണം, മറ്റുള്ളവരും ഉയരണം. 2 വാക്കുകൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ നിന്ന് മറക്കരുത്. ഇറ്റ് ഈസ് എ മോട്ടോ ഓഫ് ലൈഫ്. വാട്ട് ഈസ് ദാറ്റ്? ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതാർത്ഥം. ഇത് മറക്കുകയും ചെയ്യരുത്. എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണ്. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാക്കുകളുടെ അർത്ഥം പഠിക്കണേ. ആത്മനോ മോക്ഷാർത്ഥം, അവനവനെ മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാല് ചത്തുപോകുന്നതല്ല മോക്ഷം, മോചിപ്പിക്കുന്നത് മോക്ഷം. എവിടെ നിന്ന്? മാനസികമായ എന്തെല്ലാം തരത്തിലുള്ള അസ്വസ്ഥത വന്നാലും മനസ്സിനെ അതിൽ നിന്നും, അതിനാണ് നാമജപ സംസ്കൃതി. അപ്പൊ നിങ്ങൾ ആത്മാർത്ഥതയോടെ നാമം ചൊല്ലി നോക്കൂ. നിങ്ങളുടെ ശ്രദ്ധ നാമത്തിലേക്ക് തിരിയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വിഷമത്തിലേക്ക് പോവില്ല. അപ്പൊ നോക്കൂ, പലർക്കും ഈ ദുഃഖവും ദുരിതവും വരുന്നതിന് എന്താ കാരണം? അവരറിയുന്നില്ല. വാസ്തവത്തിൽ ദുഃഖവും ദുരിതവും അല്ല അവർ തളർത്തുന്നത്, അവരുടെ ശ്രദ്ധ അവരെ അലട്ടുന്ന ദുരിതത്തിലേക്ക് വലിച്ചെടുക്കണ. ദുരിതത്തിന്റെ ശക്തി കൂടുതലാണ്. ആ ദുരിതത്തിലേക്ക് മനസ്സ് പോവാതിരിക്കണമെങ്കിൽ ആ മനസ്സിനെ നാമത്തിലേക്ക് കൊണ്ടുവന്ന് ഒരാകർഷണ വലയത്തിൽ നിന്നും മാറ്റിയെടുക്കണം. അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. നമ്മളിപ്പോ സാറ്റലൈറ്റ് അയക്കണം. ഇപ്പൊ നമുക്കിപ്പോ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നതിന് കാരണം സാറ്റലൈറ്റ് ഉള്ളതുകൊണ്ടാണ്, അല്ലേ? ഈ സാറ്റലൈറ്റുകൾ അവിടെ എത്തിക്കണം. അതിനാണ് ഏറ്റവും വലിയ ചെലവ്. സാറ്റലൈറ്റിനല്ല ചെലവ്. ഇതെത്തിക്കണമെങ്കിൽ ഭൂമിയുടെ ഗ്രാവിറ്റി കടന്നു കിട്ടലാണ് പ്രശ്നം. കാരണം ഏത് ഒബ്ജക്റ്റിനെയും ഭൂമി എന്ത് ചെയ്യും? വലിച്ചു താഴേക്കിടും. ഒരു സാധനത്തെയും മുകളിലേക്ക് ഉയരാൻ ആര് സമ്മതിക്കില്ല? ഭൂമി. എന്നാൽ ഭൂമിയുടെ ഗ്രാവിറ്റിക്കൊരു പരിധിയില്ല. അതിനപ്പുറത്തേക്ക് ഭൂമിക്ക് ആകർഷിക്കാൻ സാധ്യത. ഈ ഗ്രാവിറ്റിയിൽ നിന്നും ഈ സാറ്റലൈറ്റിനെ പുറത്തു കൊണ്ടുപോയാലേ നമുക്ക് ആ സാറ്റലൈറ്റിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുള്ളൂ. അതിനാണ് നമ്മൾ ഈ സാറ്റലൈറ്റ് എന്തിൽ വെക്കുന്നത്? നിങ്ങൾ കണ്ടില്ലേ, വലിയ പുട്ടും കുറ്റികളൊക്കെ വയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? അതിന്റെ മൂട്ടിൽ തീ കൊടുക്കുന്നത് ആ സാധനത്തിനെയാണ് വിളിക്കുക റോക്കറ്റുകൾ. ഈ റോക്കറ്റിന്റെ അകത്താണ് ഏത് വെക്കുന്നത്? സാറ്റലൈറ്റ് വെക്കുന്നത്. അപ്പൊ ആ വലിയ പുട്ടും കുറ്റിയുടെ മുള്ളിൽ മുഴുവൻ എന്താണ്? അതിൽ മുഴുവൻ ഇന്ധനം നിറച്ചു വെച്ചിരിക്കുകയാണ്, പലതരത്തിലുള്ള ഇന്ധനം. അപ്പൊ ഈ ഇന്ധനങ്ങളൊക്കെ കത്തിച്ച് ആ എഞ്ചിൻ പ്രവർത്തിച്ച് അതിനെ ഫ്രഷ് ചെയ്ത് അതിനെ മുകളിലേക്ക് ഉയർത്തി. വാസ്തവത്തിൽ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് കത്തിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ അകത്ത് വെച്ചിരിക്കുന്ന സാറ്റലൈറ്റിനെ അതിന് മുകളിൽ അവിടെ സ്പേസിലേക്ക് എത്തിക്കണം. അതായത് ഈ ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് അപ്പുറത്തെത്തിക്കണം, അല്ലേ? ശരിയല്ലേ? അപ്പോഴേ അതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഇവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാറുള്ളത്. ഈ സാറ്റലൈറ്റിന്റെ പരിപാടി തന്നെ. ഒന്ന്, നമ്മുടെ മനസ്സിനെ ദുരിത ദുഃഖങ്ങളുടെ ഗ്രാവിറ്റിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന്റെ പേരാണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനം. നിങ്ങൾക്ക് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഉണ്ടെങ്കിൽ 101% ഞാൻ പ്രോമിസ് ചെയ്യുന്നു, നിങ്ങളുടെ ദുരിത ദുഃഖങ്ങൾ വളരെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കുറവായത് എന്താ വെച്ചാൽ അത് കാര്യമായി നിങ്ങളെ അലട്ടില്ല. യു വിൽ ബി കംപ്ലീറ്റ്ലി, നമ്മൾ പറയില്ലേ സൗണ്ട് പ്രൂഫ് എന്ന് പറഞ്ഞ പോലെ, വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞ പോലെ, ഒരു പ്രോബ്ലം പ്രൂഫ് മൈൻഡ് സെറ്റ് നിൽക്കണം. അതെന്ത് വേണം? കൃത്യനിഷ്ഠയും. അതില്ലേ നമ്മുടെ കുട്ടികൾക്ക്. അപ്പം മൈൻഡ് പ്രോബ്ലം വളരെ ഡോമിനേറ്റ് ചെയ്യും. അപ്പൊ സഫർ ചെയ്യണം. അപ്പൊ അതിന്റെ പിടിയിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കുന്നതിന്റെ പേരാണ്
റോക്കറ്റ് ടെക്നോളജിയുടെ പേരാണ് മോക്ഷം. മനസ്സാകുന്ന അല്ലെങ്കിൽ ബോധമാകുന്ന സാറ്റലൈറ്റിനെ ദുരിത ദുഃഖങ്ങളുടെ ഗ്രാവിറ്റിയിൽ നിന്നും പുറത്തു കൊണ്ടുവരാനുള്ള സാധനയുടെ കൃത്യനിഷ്ഠയുടെയും അനുഷ്ഠാനത്തിന്റെയും പേരാണ് റോക്കറ്റ്. മനസ്സിലായില്ലേ? ഇപ്പൊ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും എന്ന റോക്കറ്റിൽ മനസ്സിനെ വെച്ചാൽ ദുരിത ദുഃഖങ്ങളുടെ പിടിയിലെ ഗ്രാവിറ്റിയിൽ നിന്നും ഒന്നും വേണ്ടാത്ത നിങ്ങള് മനസ്സിനെ നമുക്ക് പുറത്തു കടത്താം. മനസ്സിലാവുന്നല്ലോ? മനസ്സിലാവുന്നുണ്ടോ? എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലാവണം? ചൂടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് സ്വാമി, അത് മനസ്സിലായി. മനസ്സിനെ നമ്മള് ഉയർത്തണം, അതാണ് മോക്ഷം. 2, ഞാൻ മാത്രം ഉയർന്നാൽ പോരാ, മറ്റുള്ളവരെയും ഉയർത്തണം. അപ്പൊ ഞാൻ ഉയരുന്ന കൂട്ടത്തിൽ, അതിനാണ് നിങ്ങളോട് നാമൊക്കെ ചെല്ലാൻ പറഞ്ഞത്. വാസ്തവത്തിൽ നിങ്ങൾ നാമം ചെല്ലുമ്പോൾ 2 ഗുണമാണ്. ഒന്ന്, നിങ്ങളും നന്നാവും, കുറച്ചൊക്കെ അവർക്കൊരു ഗുണം ഉണ്ടാവും. എന്ന് മാത്രമല്ല 2-3 കാര്യം നടക്കും. ഒരു ആത്മീയ ബന്ധമുണ്ടാവും, ഒരു സംഗ്രഹം ഉണ്ടാവും, എല്ലാവർക്കും തമ്മിലൊരു യോജിപ്പുണ്ടാവും. ഈ ബന്ധമല്ലാത്ത ഒരു ബന്ധവും ലോകത്തിൽ ശാശ്വതമായി നിലനിന്നിട്ടില്ല. നോക്കൂ, നിങ്ങൾ അങ്ങനെ ഒരു 10 പേരെ വിഷ്ണു സഹസ്രനാമം ചൊല്ലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും നിങ്ങൾ മരിച്ചാൽ അവർ നിങ്ങളെ ഓർത്തിരിക്കും. ഇപ്പോഴും നമ്മൾ ആഞ്ഞത്തിനെ ഓർക്കുന്നു, പൂന്താനത്തെ ഓർക്കുന്നു, ഭട്ടതിരിപ്പാടിനെ ഓർക്കുന്നു, ഇല്ലേ? ഇവിടെ എത്രയോ മഹാന്മാരെ, കുഞ്ഞിക്കാവ് നമ്പൂതിരി, ഞാനൊന്നും കേട്ടിട്ട് പോലുമില്ല. ഇതുപോലെ വൈശ്രവണത്ത്, അതുപോലെ പണ്ഡിറ്റ് ഗോപാലനാരെ ആര് കണ്ടിട്ടുണ്ട്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എഴുത്തച്ഛനെ ആര് കണ്ടിട്ടുണ്ട്? പക്ഷെ എന്തൊരാദരവോടുകൂടിയിട്ട് നമ്മൾ ഓർക്കണം. നാരായണ ഗുരുദേവനെ ആര് നമ്മുടെ സമൂഹത്തിൽ കണ്ടുള്ളവർ വളരെ കുറവായിരിക്കും. പക്ഷെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഓർക്കുന്നത്? ഇങ്ങനെ അനവധി മഹാന്മാരെ സമൂഹം എന്നും ഓർക്കുന്നതിന് കാരണം അവര് സമൂഹത്തെ, ഉറക്കെ പറയൂ, കൈപിടിച്ചുയർത്തിയതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഒരു ജോലി, ഒരു 10 പേർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുത്തിട്ടേ ഞാൻ മരിക്കുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടേ ഈ പ്രാവശ്യം ഇവിടുന്ന് പോവാം. എത്ര പേര് തയ്യാറാണ് അതിന്? ഞാനിതൊരു 10 പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടേ ഞാൻ മരിക്കുള്ളൂ എന്നുള്ളൊരു വാശി ജീവിച്ചത് കാണിച്ചു വെക്കുന്നത്. ഒരു മാറ്റം ഉണ്ടാവും, സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. ഞാൻ പറയുന്നത് ഒരുപക്ഷെ എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അങ്ങനെ എല്ലാവരും തുടങ്ങി കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു ടോട്ടാലിറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവോ ഇല്ലയോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഉണ്ടാവോ ഇല്ലയോ? നമുക്കിപ്പോ ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ പറഞ്ഞാൽ മനസ്സിലാവും. ഒരു ടോട്ടൽ ലെവൽ ആളുകൾ അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ ഒരു കാലം കൊണ്ട് ഒരു സമൂഹത്തെ നമുക്ക്, ഇതന്നെയല്ലേ ഏറ്റവും വലിയ ഈശ്വര പൂജ എന്ന് പറയുന്നത്. ഇതിനും വലിയ ഈശ്വര പൂജ എന്താണ്? ഭഗവാൻ പറയുന്നത് അവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ്. തൊഴുതു പോകുന്നവരെയല്ല ഭഗവാൻ ഇഷ്ടം. ആരെയാണ് ഏറ്റവും ഇഷ്ടം എന്നറിയോ? ഞാൻ അതുകൊണ്ടാണ് ഈ ഭാഗവതമൊക്കെ പഠിപ്പിക്കാനൊക്കെ ഈ സപ്താഹത്തിനൊക്കെ ഇറങ്ങിയത്. ഭഗവാൻ ഇഷ്ടപ്പെടാം. ഞാൻ സത്യം പറയാം, എനിക്കിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ടിരിക്കുന്നതല്ലേ, ഞാനൊരു 10-20 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും. ഇന്ന് ശബരിമലയ്ക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരമ്പലത്തിലും. ഒരുപക്ഷെ നിങ്ങളൊക്കെ തിരുപ്പതി പോയിട്ടുണ്ടാവും, ഞാൻ അതിൻ്റെ അകത്ത് വരെ പോയിട്ടുള്ള ആളാണ്. അത്രയും ഒരു, പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പോകണം അതിൻ്റെ അകത്ത് പോയാലേ ഒരു ഭക്തി. കാരണം നമ്മൾക്ക് ഭഗവാൻ ഏൽപ്പിച്ചു തന്ന ഒരു ഉത്തരവാദിത്വവും, പിന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ചെയ്താൽ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ഗീതയിലെ ഒരു ശ്ലോകം, ഭാഗവതത്തിലുണ്ടത്, ഗീതയിലെ 18-ാം അധ്യായത്തിലെ ഒരു ശ്ലോകം നിങ്ങൾ ഉൾക്കൊണ്ടു നോക്കൂ. നിങ്ങൾ ഒരമ്പലത്തിലും ഉള്ളിൽ പോയി തൊഴുതില്ലെങ്കിലും ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്നുള്ളത് ഭഗവത്ഗീതയിൽ 70-ാമത്തെയോ 67-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. അധ്യക്ഷതേച്ച ഇമം കുക്യം ധർമ്മം സംവാദമാവയോ. 70-ാമത്തെ ശ്ലോകം ഒന്ന് എല്ലാവരും എടുക്കും. അത് ഈ ഉത്തരവാദിത്വം നമ്മളൊക്കെ ഏറ്റെടുക്കുക. ഈ തൊഴുതു പോകുന്ന ഭക്തിയിൽ നിന്ന് നമ്മൾ അടുത്ത പടിയിലേക്ക് കടക്കുക. തൊഴുതു പോകുന്ന ഭക്തിയേക്കാൾ ഒരു പടി നമ്മൾ ഉയരുക. തൊഴുത് അമ്പലത്തിലൊക്കെ പോയിക്കോളൂ, പക്ഷെ അമ്പലം നമ്മൾ നല്ല കാര്യത്തിന് പോലും ഉപയോഗിക്കണം. എന്താണ് പറയുന്നത്? അധ്യക്ഷതേച്ച ഇമം ധർമ്മ്യം സംവാദം ആവയോ. അധ്യക്ഷത എന്ന് പറഞ്ഞാൽ അധ്യയനം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പറഞ്ഞുകൊടുക്കും, മറ്റുള്ളവരെ പങ്കുവെക്കുക. ഇമം ധർമ്മ്യം, ഈ ഒരു സംസ്കാരത്തെ അർജുന, ഞാനും നീയും നടത്തിയ ഈ സംവാദങ്ങളെ, ഈ സംസ്കൃതിയെ നീ മറ്റുള്ളവർക്ക്
പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അടുത്ത വരി നോക്കൂ നിങ്ങൾ. ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാൽമേനാണ്. എനിക്ക് അവരെ വളരെ ഇഷ്ടമാണ്. ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നത് അവരെയാണ്. ആരെ? ഈ അറിവിനെ മറ്റുള്ളവർക്ക്, ഈ സംസ്കൃതിയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരെയാണ് ഏറ്റവും ഇഷ്ടം. നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. തൊഴുതു പോകുന്നവരെയല്ല ഭഗവാൻ ഇഷ്ടം. തൊഴുതു പോകുന്നവരിഷ്ടമാണെന്ന് ഭഗവാൻ എവിടെയും പറഞ്ഞില്ല. തൊഴുതു പോകുന്നവർ ഇഷ്ടമല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. തൊഴുതു പോകുന്നവരെ ഭഗവാൻ ഇഷ്ടമല്ല എന്ന് എഴുതിയിരിക്കുന്നത്. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, എന്നെ തൊഴുതു പോകുന്നവൻ കഴുതയാണെന്ന്. അറിയോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ശ്ലോകമുള്ളത്? ഭാഗവതത്തിൽ തന്നെ വരിയുണ്ട്. അതുകൊണ്ട് അങ്ങനെ തൊഴുതു പോകുന്ന ഒരു ഭക്തിയിൽ നിന്നും അറിവിനെ, സംസ്കൃതിയെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്ന ഒരു മഹത്തായ സംസ്കാരം, അത് കൃഷ്ണനായിട്ട് ലോകം നന്നാക്കില്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, ആരാണോ ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് അവരെയാണ് എനിക്ക്. അങ്ങനെയുള്ളൊരു ഭക്തനാവണോ? തൊഴുതു പോകുന്ന ഭക്തനാവണോ? ഏതാവണം നിങ്ങൾക്ക്? ഞാൻ ഭഗവാൻ പറഞ്ഞ രീതിയിലുള്ള ഭക്തനാവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. തൊഴുതു പോകുന്ന ഒരു ഭക്തനാവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ പറയല്ലേ, എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഗുരുവായൂരിൽ തൊഴാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. കാരണം എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല വേണമെങ്കിൽ. മാത്രമല്ല നമ്മുടെ കൂടെയുള്ള ആളുകളാണ് ഒരുവിധം അവിടെയുള്ളവരൊക്കെ. അതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല എന്ന സത്യത്തിൽ. പക്ഷെ അതല്ല ഭക്തി. ദാറ്റ് ഇസ് നോട്ട് ദ ട്രൂ എന്താണ് ഡിവോഷൻ. അത് അറിഞ്ഞുകൊണ്ട് പറയണം, വളരെ കൺവിക്ഷനോടുകൂടി പറയുക. ഈ തൊഴുതു പോകുന്ന ഭക്തിയിൽ നിന്നും അധ്യയനം ചെയ്യിക്കുന്ന ഭക്തിയിലേക്ക് നമ്മൾ, അതാണ് ഭഗവാൻ പറഞ്ഞതനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആണോ അല്ലയോ? ഇപ്പൊ ഗീതയിൽ ഭഗവാൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ആപ്തവാക്യാണ്. എനിക്ക് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു ഐ ഡോണ്ട് കെയർ, ബട്ട് ഐ നോ ഭഗവാൻ ഒരു ഗുരുവായി നമ്മൾ കാണുന്നുവെങ്കിൽ ആ ഗുരു പറഞ്ഞതാണ് അനുസരിക്കേണ്ടത്. അപ്പൊ അത് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട്.